ഗൈസ്, ഇന്ന് ഞാൻ ഒരു കണ്ടന്റിനെ പറ്റി പറയാം. ഹോം ടൂർ, എൻ്റെ വീടിൻ്റെ ഹോം ടൂർ. അപ്പോൾ ഫസ്റ്റ് എന്നെ പറ്റി ഞാൻ പരിചയപ്പെടുത്താം. എൻ്റെ പേര് കാർത്തിക്. ഞാൻ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലാണ്. എൻ്റെ സ്കൂളിൻ്റെ പേര് VPS മലങ്കര HSS വെങ്ങാനൂർ. അപ്പോൾ നമുക്ക് ഹോം ടൂർ വരാം. ഭയങ്കര മഴയാണ് പുറത്ത്. നമുക്കപ്പോൾ പുറത്തൊന്നും കാണാൻ പറ്റില്ല. പെട്ടെന്ന് പുറത്തൊന്ന് കാണിച്ചു തരാം നമ്മൾ പെട്ടെന്ന്. അപ്പോൾ ഞാൻ വീട്ടിൽ പുറത്ത് പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. ഭയങ്കര മഴ. ഇതാണ് ഇവിടെ എൻ്റെ പേര് എഴുതിയിട്ട് വില്ലെന്ന് എഴുതി വെച്ചു. പിന്നെ ഒരു വർഷമായതേ ഉള്ളൂ വീട് വെച്ചിട്ട്. പെട്ടെന്ന് ഞാൻ അഴുക്ക് പിടിച്ചു. നമ്മൾ ഇവിടെ നിന്ന് ക്രിക്കറ്റ് കളിക്കും, ഒരാൾ പെട്ടെന്ന് അടിക്കും, ഇവിടെ തന്നെ ബോൾ പറന്ന് വീഴും. അങ്ങനെ കുറേ ചെടിച്ചട്ടിയെ കൊണ്ട് പിന്നെ കള്ളന്മാരെ പിടിക്കാൻ വേണ്ടി ക്യാമറ ഉണ്ട് അവിടെ വന്ന് ടോട്ടൽ ഇപ്പോൾ 3 എണ്ണമായി. ബാക്കിൽ പിന്നെ വരണം. അപ്പോൾ നമുക്ക് വീടിനകത്ത് കയറാം. ഭയങ്കര മഴ. അപ്പോൾ നമ്മളിവിടെ ഊഞ്ഞാലുണ്ട്. ഇതാണ് ഊഞ്ഞാൽ. ഇവിടെ കുറേ സാധനങ്ങളും ഹെൽമെറ്റ് തൊട്ട് കാറ്റടിക്കുന്ന പമ്പ് വരെ ഷൂ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് എൻ്റെ സൈക്കിൾ. ഈ സൈക്കിൾ ഞാൻ 4 വയസ്സ് മാറ്റാണ്. ഇപ്പോഴും നല്ല കിടിലമായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതായിരുന്നാലും അതിന് വലിയ ഉപയോഗമാണ്. അപ്പോൾ ഞാൻ ഈ സൈക്കിൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതിലൊരു ചെറിയ വഴിയിലൂടെ നമുക്ക് പെട്ടെന്ന് പോകാം. പിന്നെ നമ്മളിവിടെ പണി നടക്കുന്നുണ്ട്. സിമെൻ്റൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ആ ചെറിയ വഴിയിലൂടെ പോകാം. പിന്നെ കല്ലുണ്ട്, സിമെൻ്റ് ഉണ്ട്. പിന്നെ അവിടെ ഒരു ക്യാരം ബോർഡുണ്ട്. ആ ക്യാരം ബോർഡ് അപ്പുറത്ത് എൻ്റെ വീട്ടിലൊരു കൂട്ടുകാരൻ്റെ അനിയത്തി വന്ന് ഇപ്പോൾ ഒരു ക്യാരംസ് എടുത്ത് എപ്പോഴും എടുത്തെറിയും. അതുകൊണ്ട് ഇപ്പോൾ അതിനൊരു ഉപയോഗമില്ലാതെ മഴ നനയാതിരിക്കാൻ വേണ്ടി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഷൂ ഒന്നും നനയൂല. അവൻ്റെ പേര് അനന്തു എന്നാണ്. എൻ്റെ ക്ലാസ്സിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ ചെറിയ വഴിയിലൂടെ പോകാം. അപ്പം ഇവിടെയൊക്കെ പണി നടക്കണതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല. പെട്ടെന്നൊന്നും നടക്കാൻ പറ്റില്ല, സോറി. പിന്നെ ഇവിടെ 2-3 ചെടിച്ചട്ടിയുണ്ട്. അമ്മ എവിടെ നോക്കിയാലും ചെടിച്ചട്ടിയാണ്. പിന്നെ അവിടെ നോക്കി എൻ്റെ 2 കിളിക്കൂടെ ഉണ്ട്. നേരത്തെ അവിടെ 3 കിളി ഉണ്ടായിരുന്നു. ഒരെണ്ണം പറന്നുപോയി. ഇപ്പോൾ 2 എണ്ണേ ഉള്ളൂ. ഒന്നിൻ്റെ പേര് മിന്നു, ഒന്നിൻ്റെ പേര് ചിന്നു. ആ ചെറുതാണ് ചിന്നു, ആ വലുതാണ് മിന്നു. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ നമുക്ക് ഇവിടെ എനിക്കൊരു പൂച്ചയുണ്ട്. ആ പൂച്ച വന്നു. എപ്പോൾ നോക്കിയാലും വായിലൊരു ചരട് പോലത്തെ സാധനം കടിച്ചു പറിച്ചോണ്ടോ. ഞാനിപ്പം വലിച്ചെടുത്തിട്ടുണ്ട്. ഇത് എപ്പോൾ നോക്കിയാലും വായി കടിച്ചു പറിച്ചോണ്ട് എവിടെ വേണോ പോവും. അപ്പോൾ നമുക്ക് പണി കിടക്കുന്ന സ്ഥലത്തോട്ടൊക്കെ എനിക്കിവിടെ ഒരു കോഴിയുണ്ട്. 5 കോഴി ഉണ്ടായിരുന്നു. ഇപ്പം 4 കോഴിയേ ഉള്ളൂ. ഇവിടെ പിന്നെ പണി നടക്കുകയാണ്. കുളിമുറി കെട്ടുകയാണ് അവിടെ. അതാണ് കോഴിക്കുള്ള കൂട്. കോഴി ഒരെണ്ണേ കാണാൻ പറ്റണുള്ളൂ. ബാക്കിയൊക്കെ അപ്പുറത്തോട്ട് എവിടെ നിൽക്കുകയാണ്. ഇതാണ് ഒരു കോഴി. ഈ കോഴിക്കെല്ലാം ഒരു പേരുണ്ട്. ആ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അമ്മയ്ക്കാണ് ഓർമ്മ. അപ്പം നമുക്ക് ഇവിടെ ഒരു വഴിയുണ്ട്. ആ വഴിയിലോട്ട് നമുക്ക് വീണ്ടും പോകാം. ഇനി ഇവിടെ ഒരു പൈപ്പുണ്ട്. ആ പൈപ്പ് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ എടുക്കാം നമുക്ക്. അപ്പം നമുക്ക് വീണ്ടും നടക്കാം. ഇവിടെയും പൈപ്പുണ്ട്. പിന്നെ ഇവിടെ 2-3 ചെടിച്ചട്ടിയുണ്ട്. അപ്പം നമുക്ക് വീണ്ടും വീട്ടിനകത്തോട്ട് കയറാം. ഓക്കെ. അപ്പം നമ്മൾ വീടിനകത്ത് കയറിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു പൂജാമുറിയുണ്ട്. പൂജാമുറിയുണ്ട്. പിന്നെ പൂജാമുറിയുടെ മുകളിൽ കൃഷ്ണനുണ്ട്, ഗുരുദേവനുണ്ട്. പിന്നെ ഇവിടെ വലിയ മാറ്റുണ്ട്. ഇവിടെ വലിയ ഡോറുണ്ട്. ഇവിടെ സ്വിച്ച് ബോർഡുണ്ട് വലിയ. പിന്നെ നമുക്ക് എന്തിനു പറയാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ ഒരു കർട്ടൻ പോലത്തെ സാധനമുണ്ട്. എനിക്ക് ഇതിൻ്റെ പേര് ഒന്നും അറിഞ്ഞൂടാ. നമുക്ക് വീണ്ടും അങ്ങോട്ട് പോകാം. ഇവിടെ ഒരു മുറിയുണ്ട്. ആ മുറിയൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്. എനിക്ക് തുറക്കാനൊന്നും പറ്റില്ല. ഇവിടെ ഒരു ബാത്റൂമുണ്ട്. ഇവിടെ ഒരു ടേബിൾ. ഇതുകൊണ്ട് അവിടെ ഒരു TV ഉണ്ട്. ഇവിടെ മീനൊക്കെ ഉണ്ട്. 6 ഓസ്കാർ മീൻ. കുറച്ച് വെള്ളമേ ഉള്ളൂ. ഇനി കുറച്ച് വെള്ളമൊക്കെ നിറയ്ക്കണം. അതിൻ്റെ ഓക്സിജൻ ഉണ്ട്, തീറ്റയുണ്ട്. 2-3 എണ്ണത്തിനേ ഉള്ളൂ. ഇപ്പം 2-3 എണ്ണത്തിനെ കാണാൻ പറ്റണുള്ളൂ. പക്ഷെ 6 എണ്ണമൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഉണ്ടല്ലോ എൻ്റെ ഓക്സിജൻ വർക്കാവുന്നില്ല. നമുക്ക് ഓക്സിജൻ എടുത്ത് കൊടുക്കാം. അപ്പം നമുക്ക് വീണ്ടും മുകളിലോട്ടോ. അവിടെ ഇവിടെയാണ് നമ്മളിരുന്ന് ആഹാരം കഴിക്കുന്ന ടേബിൾ. പിന്നെ ഇവിടെ ഒരു അടുക്കളയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഫ്രിഡ്ജുണ്ട്, ഗ്യാസ് കുറ്റിയുണ്ട്. അങ്ങനെ നമുക്ക് ഇനി പടി കയറി മുകളിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ മുകളിലോട്ട് പടി കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പടി കയറി പോകുമ്പോൾ നമ്മൾ 2ാമത്തെ നില കിട്ടും. അപ്പോൾ ഇവിടെയാണ് ഞാൻ യൂണിഫോം തേക്കുന്നത്. കഴുകി വെച്ചിരിക്കുകയാണ് യൂണിഫോം. തേപ്പ് വെട്ടി. ഇതാണ് എൻ്റെ പൊട്ടാസ് തോക്ക്. ഇത് വെച്ച് നമുക്ക് എല്ലാവരും വെച്ച് കൊല്ലാം. ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. ആ ബെഡ്റൂം എനിക്ക് തുറക്കാൻ പറ്റില്ല. അവിടെ ഒരു സെറ്റിയിൽ പൊടി തട്ടിക്കളയാണ്. അപ്പം പിന്നെ ഇവിടെ 5-6 കസേര നിരത്തിയിട്ടിട്ടുണ്ട്. അവിടെ
കൈ കഴുകുന്ന സ്ഥലമുണ്ട്. ഇതാണ് ക്യാമറമാൻ കൂടെ ഞാനും. അപ്പം ഞാനും ഉണ്ട്. പിന്നെ അവിടെ അമ്മയുണ്ട്. അവിടെ ഒരു സിറ്റ് ഔട്ടുണ്ട്. ഇവിടെ ഒരു ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് പോയാൽ നമുക്ക് പോയാൽ ടെറസിലെത്താം. നമുക്ക് ക്യാമറമാനെ വിളിച്ചുകൊണ്ട് പോകാം. ക്യാമറമാൻ പെട്ടെന്ന് കയറി വരും. ക്യാമറമാൻ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം നമുക്കിവിടെ തുണികളൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകാനില്ല. പിന്നെ ഇവിടെ ഫുള്ള് വൃത്തികേടാണ്. അത് നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. അവിടെ വാഷിംഗ് മെഷീൻ, തയ്യൽ മെഷീൻ എല്ലാം അവിടെ ഉണ്ട്. അപ്പം ഇത്ര ഉള്ളൂ, ഒന്നും പറയാനില്ല. ഇനി താഴോട്ട് പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കപ്പോൾ സിറ്റ് ഔട്ടിൽ കയറാം. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇവിടെ സിറ്റ് ഔട്ടുണ്ട്. ആ സിറ്റ് ഔട്ടിൽ കയറാൻ പറ്റിയില്ല നേരത്തെ. ഇപ്പം നമുക്ക് കയറാം. ഇവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട്. അപ്പുറത്ത് ക്യാമറമാൻ ഇരിക്കാൻ സ്ഥലമുണ്ട്. മുകളിൽ ലൈറ്റുണ്ട്. എല്ലാം ഉണ്ട്. അപ്പം ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ കൂട്ടുകാരെ പറ്റിയാണ്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വീടുകളെ പറ്റിയാണ്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അനന്തുവിൻ്റെ വീട്. ആ വീട്ടിൽ ഇപ്പോൾ ആരുമില്ല. പിന്നെ ഈ വീട്ടിൽ ഒരു ആൻറ്റി മാത്രമേ ഉള്ളൂ. ആ വീട്ടിൽ ചുവപ്പ് കളച്ചിട്ടിട്ട് വീടില്ലേ, അവിടെ ഒരു മാമൻ, മാമി, ഒരു ചേട്ടൻ, +1 പഠിക്കുന്ന ഒരു ചേട്ടൻ. അപ്പോൾ അപ്പുറത്തൊരു 2 നില വീട്. പിന്നെ അവിടെ ഒരു 2 നില വീടുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് ഇന്നത്തോടെ വൈൻഡപ്പ് ചെയ്താലോ? ടാറ്റാ ബൈ ബൈ, സീ യു.